അയാൾ അങ്ങനെ മീനാക്ഷിനെ ആശ്രമത്തിൽ നിന്ന് ഡോക്ടർ അങ്ങനെ ചികിത്സിച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ഒറ്റയ്ക്ക് ഇങ്ങനെ പുറത്തിറങ്ങാനൊന്നും സമ്മതിക്കരുത്, ആരെങ്കിലുമൊക്കെ കൂടെ വേണം, അഥവാ എങ്ങാനും പുറത്തിറങ്ങുകയാണെങ്കിൽ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട്, പിന്നെ കൊച്ചിൻ്റെ ആരോഗ്യനില ഒന്നും കൂടി ശ്രദ്ധിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവർ പുറത്തേക്ക് അങ്ങ് ഇറങ്ങുകയാണ് ആ റൂമിൻ്റെ. അപ്പം ഇങ്ങനെ പറയുന്നുണ്ട് ആ ഡോക്ടർ, നിങ്ങൾ ഫാർമസിക്ക് ഒരാളെ വിട്ടോളൂ, ഞാൻ മരുന്നൊക്കെ കൊടുത്തയക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നേരെ ചെല്ലുന്നത് തന്നെ ശ്യാമയുടെ മുന്നിലേക്കാണ്. അപ്പോൾ ശ്യാമ ഇങ്ങനെ ഇവരോട് ചോദിക്കുന്നുണ്ട്, അല്ല എന്തിനാ നിങ്ങൾ എൻ്റെ കൊച്ചിനെ ചികിത്സിക്കാൻ വന്നത്, അവൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണം. അപ്പോൾ ആ ഡോക്ടർ ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ശ്യാമ പറയുന്നുണ്ട്, എൻ്റെ കൊച്ചല്ല, അവൾക്ക് യാതൊരു കുഴപ്പമില്ല എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ഈ ഡോക്ടർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അല്ല ഇതാരാണ് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ ശ്യാമ ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ കുഞ്ഞാണ്, ഞാൻ അവളുടെ അമ്മയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അല്ലെങ്കിൽ അവൾക്ക് യാതൊരു കുഴപ്പമില്ല, ഞാനൊന്ന് പോയി നോക്കട്ടെ കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് വേഗം അവളുടെ അടുത്തേക്ക് അങ്ങ് പോവാണ്. അപ്പോൾ അവൾ പോയി കഴിഞ്ഞതിന് ശേഷം ഈ ശങ്കർജി ഈ ഡോക്ടറോട് പറയുന്നുണ്ട്, പുതിയ അഡ്മിഷനാണ്, അവരാണ് അവൾ ആ കുളത്തിൽ വെള്ളത്തിൽ വീണപ്പോൾ രക്ഷപ്പെടുത്തിയത്. പക്ഷേ ഇപ്പം അവരങ്ങനെ ചിന്തിക്കുന്നത് സ്വന്തം മകളായിട്ടാണ് അവളെ അങ്ങ് കാണുന്നത്, അമ്മയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ്. അങ്ങനെ ഒരു മാനസികാവസ്ഥയിലാണ്, അമ്മയും മകളും ആയിട്ടാണ് ഇപ്പം അവരങ്ങനെ കാണുന്നത്. അവരങ്ങനെ സ്നേഹിച്ചോട്ടെ എന്ന് ഞാനും വിചാരിച്ചിട്ട്, അവരുടെ ആ ഒരു പരസ്പര സ്നേഹം അങ്ങനെയെങ്കിലൊക്കെ അവർക്ക് ഒരു ആശ്വാസം കണ്ടെത്തട്ടെ എന്നൊക്കെ ഞാനും ചിന്തിച്ച് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ ഡോക്ടർ പറയുന്നുണ്ട്, അത് പിന്നെ ശങ്കർജിയുടെ ഓരോ പരീക്ഷണങ്ങളും ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ, ഒരുപാട് പരീക്ഷണങ്ങൾ വിജയിച്ചത് ഞാൻ കണ്ടതാണ്, അതുകൊണ്ട് അതെല്ലാം ശങ്കർജിയുടെ ഇഷ്ടം. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, അവരെപ്പോഴും കൂടെ നിൽക്കുന്ന ആളല്ലേ, കൂടെ നിൽക്കുന്ന ആൾക്ക് കുഞ്ഞിൻ്റെ രോഗത്തിനെ കുറിച്ചും അറിയേണ്ടതുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ശങ്കർജി പറയുന്നുണ്ട്, അല്ല ഈ ഏഞ്ചലിനോട് അവളുടെ രോഗത്തിനെ പറ്റി പറയാമെന്ന് പറയുന്നത് അതൊരു റിസ്ക് അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ഈ ഡോക്ടർ പറയുന്നുണ്ട്, പക്ഷേ അതാണ് നല്ലത്, അവരൊക്കെ എപ്പോഴും കൂടെയുള്ളതല്ലേ, അതുകൊണ്ട് തന്നെ കൂടെയുള്ള ആൾക്ക് ആ അസുഖത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുന്നതാണ് നല്ലത്. എന്തായാലും ഞാൻ പോട്ടെ, നിങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങ് പോകുന്നുണ്ട്. അപ്പോൾ ഈ ഏഞ്ചലിനെ പറ്റി ഇങ്ങനെ ഈ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ ഊർമിള ഈ ശങ്കർജിനോട് ഇങ്ങനെ പറയുന്നുണ്ട്, അല്ല ശങ്കർജി ഇതൊരു ബാധ്യത ആവില്ലേ, അതൊരു പ്രശ്നമാവില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ ശങ്കർജി പറയുന്നുണ്ട്, അങ്ങനെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല, അവർ പരസ്പര സ്നേഹത്തിൻ്റെ ഒരു പങ്കുവെക്കലല്ലേ, അവരങ്ങനെ സ്നേഹിക്കട്ടെ, അതൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഇതൊരു പരീക്ഷണമാണ്, എല്ലാം പരീക്ഷണമല്ലേ, വിജയിക്കുക എന്ന് നമുക്ക് പ്രതീക്ഷിക്കുക എന്നൊക്കെ ഇങ്ങനെ ഇവരോട് അങ്ങ് പറയുന്നൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ രാധിക വീട്ടിൽ അങ്ങനെ ഭയങ്കര സങ്കടപ്പെട്ട് അങ്ങനെ അവിടെ ടേബിളിൽ അങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പം ബിസിനസ്സൊക്കെ ആകെ ഡള്ളായി പോയിരിക്കുകയാണ്. പക്ഷേ അവളുടെ മനസ്സിൽ ഇപ്പം മുഴുവനും അവളെ അമ്മനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളെ അമ്മനെ ഇങ്ങനെ സ്നേഹിച്ചതും അവളെ അമ്മ അവൾക്ക് ഉമ്മ വെച്ചതും അവളെ കെട്ടിപ്പിടിച്ചതും അതുപോലെ അവൾക്ക് ഭക്ഷണം വാരി കൊടുത്തതും, അങ്ങനെ അവളെ അമ്മനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് അവൾ ആ ജോലിക്ക് സഹായിക്കുന്ന ആ ചേച്ചി അങ്ങോട്ടങ്ങ് വരുന്നത്. അപ്പം മോളെ എന്നൊക്കെ ഇങ്ങനെ വിളിച്ചിട്ട് അങ്ങ് വരികയാണ്. അപ്പോൾ ഇവരോട് ഇങ്ങനെ പറയുന്നുണ്ട്, അല്ല ഇനി എൻ്റെ ജോലിയുടെ കാര്യം എന്താകും, എനിക്കിവിടെ ജോലി ഉണ്ടാവുമോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, ഒരുപാട് ഓർഡറുകൾ ക്യാൻസൽ ആയതല്ലേ, 2-3 ദിവസം കൂടി ഒന്ന് കാത്തിരുന്ന് നോക്കാം, എന്നിട്ട് എന്തായാലും ഞാൻ പറയാം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നമുക്കെതിരെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉള്ള പ്രശ്നങ്ങളൊക്കെയാണ്, അതൊക്കെ ഒന്ന് റെഡിയായി വരണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ ചേച്ചി പറയുന്നുണ്ട്, അല്ലെങ്കിലും ഈ സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെയാണ് അവരങ്ങ് പടച്ചിടുന്നത്, അവർക്കൊന്നും അറിയില്ലല്ലോ നമ്മുടെ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നത്, നമ്മുടെ യാഥാർത്ഥ്യമൊന്നും അവർക്ക് അറിയണ്ട, അവർക്ക് വെറുതെ ഇതൊക്കെ ഒരു നേരം പോക്കാണ്, അവരെന്തൊക്കെയാണ് ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ചേച്ചി ഒരു കാര്യം അങ്ങ് അവളോട് പറയുന്നുണ്ട്, അതേ മോളെ, ഞാൻ ഇവിടെ ജോലിക്ക് വരുന്നതിൻ്റെ മുന്നേ മില്ലിലായിരുന്നു ജോലി ചെയ്യുന്നിരുന്നത്, അവിടെ ഈ മഞ്ഞളും മുളകൊക്കെ ഇങ്ങനെ പൊടിച്ച് അതിൻ്റെ പുകയൊക്കെ ശ്വസിച്ചിട്ട് എനിക്ക് ഭയങ്കര അസുഖമൊക്കെ വന്ന്, അങ്ങനെ ഡോക്ടർ എന്നോട് പറഞ്ഞത് അവിടേക്ക് നീ ജോലിക്ക് പോകണ്ട എന്നുള്ള കാര്യം. പക്ഷേ ഇപ്പോൾ ഇവിടെ ജോലിക്ക് ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് അങ്ങോട്ട് തന്നെ പോകേണ്ടി വരും, അവിടുത്തെ ജോലിയെങ്കിലും ചെയ്യേണ്ടി വരും, കാരണം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണ്ടേ, വിശപ്പ് മാറ്റണ്ടേ. പക്ഷേ ഞാൻ എന്ന് ഇവിടെ ജോലിക്ക് വരാനുള്ള സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷവും ഒരു സമാധാനവും ഒക്കെ ആയിരുന്നു. മോളുടെ അടുത്ത് നിന്ന് ജോലിയൊക്കെ ചെയ്ത് വീട്ടിലേക്ക് മോളുടെ കയ്യിൽ നിന്ന് പൈസയൊക്കെ വാങ്ങി പോകുമ്പോൾ തന്നെ ഒരു ആശ്വാസമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇനി ഓർഡറുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇനി ഇവിടെ നിന്നിട്ട് എനിക്ക് ജോലി ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ചെയ്യേണ്ട ചേച്ചി, കാരണം ഡോക്ടർ പറഞ്ഞതല്ലേ മില്ലിലെ ജോലി വേണ്ടാന്ന്, പിന്നെ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ, അതൊന്നും ചിന്തിക്കണ്ട, എന്തായാലും 2 ദിവസം ഒന്ന് കാത്തിരിക്കുക, എന്നിട്ട് ഞാൻ പറയാം എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ഈ ചേച്ചി പറയുന്നുണ്ട്, ശരിയാണ് 2 ദിവസമൊക്കെ കാത്തിരിക്കുക, പക്ഷേ ഇനി ആ 2 ദിവസം കഴിഞ്ഞിട്ട് ഇവിടെ ജോലി ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് പിന്നെ അങ്ങോട്ട് തന്നെ പോകേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ പറയണേ. അപ്പോൾ രാധി ഇങ്ങനെ പറയുന്നുണ്ട്, ചേച്ചി പോകുന്നതിന് മുന്നേ 1 മിനിറ്റ് ഒരു കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ നേരെ റൂമിലേക്ക് അങ്ങ് പോയിട്ട് കുറച്ച് പൈസയൊക്കെ എടുത്തിട്ട് ഈ ചേച്ചിയുടെ അടുത്തേക്ക് അങ്ങ് വരുന്നുണ്ട്. എന്നിട്ട് അവർക്ക് അങ്ങ് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ചേച്ചി പറയുന്നുണ്ട്, എന്തിനാ മോളെ എനിക്ക് പൈസ ഒക്കെ ജോലി ചെയ്തതിൻ്റെ പൈസ കൂലിയൊക്കെ മോളെ എനിക്ക് തന്നതല്ലേ, പിന്നെ എന്തിനാ എനിക്ക് ഈ പൈസ എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ രാധിക പറയുന്നുണ്ട്, വച്ചോളൂ ചേച്ചി, എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടാകും
ഉണ്ടാകും, എന്തെങ്കിലുമൊക്കെ വാങ്ങാനൊക്കെ ഉണ്ടാകും, ചേച്ചി വെച്ചോളൂ എന്നൊക്കെ ഇങ്ങനെ പറയണേ. അപ്പോൾ ചേച്ചി ആ പൈസ ഒക്കെ വാങ്ങിയിട്ട് ഞാൻ എന്നാൽ പിന്നെ വരാം, 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാമല്ലേ, അതുവരെ കാത്തിരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ചേച്ചി അങ്ങ് പോകുന്നുണ്ട്. അപ്പോൾ രാധിക വീണ്ടും അവിടെ ടെൻഷനായി നിൽക്കുന്ന സമയത്ത് വരുൺ അങ്ങോട്ട് അങ്ങ് വരുന്നുണ്ട്. ആ വരുൺ ഇങ്ങനെ അവളോട് ഇങ്ങനെ ടെൻഷൻ്റെ കാര്യം ഇങ്ങനെ പറയാണ്. അപ്പോൾ ഇവൾ പറയുന്നുണ്ട്, ആ ചേച്ചി ഇവിടെ വന്നിരുന്ന് ചേച്ചി പറഞ്ഞത് അവർക്ക് ഇവിടുത്തെ ജോലി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇനി അവർ വേറെ മില്ലിലായിരുന്നു ജോലി ചെയ്തിരുന്നത്, അവിടുന്ന് ജോലിക്ക് വിളിക്കുന്നുണ്ട്, അങ്ങോട്ട് പോകട്ടെ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ് എന്നൊക്കെ ഇങ്ങനെ പറയണേ. അപ്പോൾ ഈ വരുണ് പറയുന്നുണ്ട്, അപ്പോൾ അവർ അപ്പം തന്നെ തീരുമാനിച്ച നമ്മുടെ ഈ ആറ്റുവാശ്ശേരി സദ്യ ഇനി ഉണ്ടാകില്ല എന്ന്, അത് തകർന്നു പോയി എന്നൊക്കെ അവർ തന്നെ അങ്ങ് തീരുമാനിച്ചു എന്നൊക്കെ പറയണേ. അപ്പോൾ രാധിക പറയുന്നുണ്ട്, അങ്ങനെയൊന്നും പറയില്ല വരില്ലേ, കാരണം അവർക്കത് ചിന്തിക്കാനുള്ള ഒരു സമയമൊന്നുമില്ലല്ലോ, അവർ ആകെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി വരുന്ന, ജോലിക്കും വേണ്ടി വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവർക്ക് ജോലി ഇല്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ കഴിയില്ലല്ലോ, അതുകൊണ്ട് അങ്ങനെയൊന്നും ചിന്തിക്കാനുള്ളതൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പം വരുണ് പിന്നെ അവനങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട്, അങ്ങനെ നമ്മൾ തളർന്നു പോകരുത്, നമ്മൾക്ക് എന്തായാലും ഇതിൽ നിന്നൊക്കെ ഒന്ന് എഴുന്നേൽക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവളെ ഭയങ്കരമായിട്ടൊന്ന് മോട്ടിവേറ്റ് ചെയ്യുന്നൊക്കെ ഉണ്ട്. പിന്നെ അടുത്ത ദിവസം ഈ രാധികയും ആ ചേച്ചിയും കൂടിയിട്ട് ഇങ്ങനെ പുറത്തേക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഒരു ചേച്ചിനോടൊക്കെ പറയാണ്, ആറ്റുവാശ്ശേരി സത്യനെക്കുറിച്ച് കുറച്ച് ഓർഡറുകളൊക്കെ ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ചേച്ചിനോട് പറയുന്നുണ്ട്. അപ്പോൾ ഈ ചേച്ചി ഭയങ്കര ഹാർഷായിട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. അവരിങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ വീട്ടിൽ ഇപ്പോൾ എല്ലാവരും ആറ്റുവാശ്ശേരി സത്യനെക്കുറിച്ച് മോശമായിട്ടാണ് പറയുന്നത്, ഇനി ഞാൻ അവിടുന്ന് ആറ്റുവാശ്ശേരി സത്യനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അവരെന്നെ ഭയങ്കര ദേഷ്യപ്പെടും. പിന്നെ ഇങ്ങനെയുള്ള അവസ്ഥയിൽ നിൻ്റെ ആറ്റുവാശ്ശേരി സത്യനെക്കുറിച്ചൊക്കെ ഇപ്പോൾ ഒരുപാട് മോശം കഥകളൊക്കെ വരുന്നത്, അതിൻ്റെ ഇടയിൽ ഞാൻ മാത്രം ഒരു നല്ലത് പറഞ്ഞിട്ട് എന്താ കാര്യം മോളെ, പിന്നെ ഞാനായിട്ട് ഇനി എങ്ങനെ ഓർഡർ ഉണ്ടാക്കാനാണ്, ആരും ആ ഓർഡറിനൊന്നും ഇനി എടുക്കുമെന്ന് തോന്നുന്നില്ല, എന്നെക്കൊണ്ട് കഴിയുമെന്ന് തോന്നുന്നില്ല, ഞാൻ എന്തായാലും പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ കൈ ഒഴിഞ്ഞ് അങ്ങ് പോകുകയാണ്. അപ്പോൾ ഈ ചേച്ചി ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു തെറ്റും ചെയ്യാതെയാണ് നമ്മളിപ്പോൾ ഇതിന് ശിക്ഷ അനുഭവിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവർ ആ ഒരു സങ്കടത്തിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വഴിയരികിൽ ഒരുപാട് ചേച്ചിമാരൊക്കെ ഇങ്ങനെ കൂടി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു വയസ്സായൊരു ചേച്ചി അങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ കിടക്കുന്നതൊക്കെ കണ്ടിട്ട് പെട്ടെന്ന് തന്നെ ഇങ്ങനെ രാധിക ഈ ചേച്ചിനോട് പറയുന്നുണ്ട്, അല്ല അവിടെ ആർക്കും എന്തോ സംഭവിച്ചു എന്നാണ് തോന്നുന്നത്, നമുക്ക് എന്തായാലും പോയി നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം ഇവരുടെ അടുത്തേക്ക് അങ്ങ് പോയി നോക്കുകയാണ്. അപ്പോൾ അവിടെ കൂടി നിൽക്കുന്ന ആളുകളോട് ഇങ്ങനെ രാധിക ചോദിക്കുന്നുണ്ട്, അല്ല ഈ ചേച്ചിക്ക് എന്താ പറ്റിയത്, ഈ അമ്മക്ക് എന്താ പറ്റിയത് എന്നൊക്കെ പറയണത്. ആദ്യം നല്ല പ്രായമുള്ളൊരു അമ്മ അവിടെ അങ്ങനെ താഴെ അങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, മോളെ ഈ വീട് ഇവരുടേതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു വീട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ രാത്രി അവളുടെ മക്കൾ വന്നിട്ട് ഇവിടുന്ന് ഇവരെ പുറത്താക്കി വാതിലോ ഗേറ്റൊക്കെ പൂട്ടി പോയതാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ അതിലൊരു ചേച്ചി പറയുന്നുണ്ട്, മോളെ ഇവളുടെ മകനെ എന്ന് പറയുന്ന ആകെ ഒരു മകനേ ഉള്ളൂ, അവനാണെങ്കിൽ ഇപ്പോൾ കാനഡയിൽ ഭാര്യയൊക്കെ ആയിട്ട് സെറ്റിൽഡാണ്. ഇന്നലെ ഇവർ വന്നിട്ട് ഇവളുടെ വീടും പറമ്പും ഒക്കെ അയാളുടെ പേരിൽ അങ്ങ് എഴുതി വാങ്ങിയിട്ട് ഈ അമ്മനെ ഈ വീട്ടിൽ നിന്ന് അങ്ങ് പുറത്താക്കിയിട്ട് അവർ മുങ്ങി എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ രാധിക പറയുന്നുണ്ട്, അയ്യോ അങ്ങനെയൊക്കെ മക്കളൊക്കെ ചെയ്യുമോ എന്നൊക്കെ ഇങ്ങനെ രാധിക ചോദിക്കുകയാണ്. അപ്പോൾ ഈ അമ്മ പറയുന്നുണ്ട്, ചെയ്യും മോളെ, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തിയതായിരുന്നു, ചിട്ടി പിടിച്ചും ജോലിക്ക് പോയും ഒരു എൻ്റെ കാതിലെ സ്വർണം പോലും വിറ്റിട്ടാണ് ഞാൻ അവനെയൊക്കെ രക്ഷപ്പെടുത്തിയത്. ഞാൻ എന്നിട്ട് എൻ്റെ കാതിലൊരു കൊള്ളി വരെ തിരികെ വെച്ചിട്ടായിരുന്നു ഞാൻ ജീവിച്ചിരുന്നത്. അത്രയും ഞാൻ അധ്വാനിച്ച് കഷ്ടപ്പെടുത്തി വളർത്തി ഉണ്ടാക്കിയ മക്കളാണ്. പക്ഷേ എന്ത് ചെയ്യാനാ, എല്ലാത്തിനും അവൻ സ്വയം പ്രാപ്തനായപ്പോൾ അവൻ എന്നെ ഉപേക്ഷിച്ച് ഇപ്പോൾ എൻ്റെ താമസിക്കാനുള്ള വീട് വരെ അവനങ്ങ് കൊണ്ടുപോയിരിക്കുകയാണ്. ഇനി എനിക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്നില്ല, ഇനി എനിക്ക് ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, ഇനിയും ഞാൻ ജീവിച്ചിരിക്കാതിരിക്കുക നല്ലത് എന്നൊക്കെ ഇങ്ങനെ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ രാധിക അങ്ങനെ പറയുന്നുണ്ട്, അമ്മ അങ്ങനെ എങ്ങോട്ടും പോകാനില്ലെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് പോകുന്നുള്ളൂ, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ അവിടെയുള്ള ചേച്ചിമാർ പറയുന്നുണ്ട്, രാധിക അതൊക്കെ വളരെ ബുദ്ധിമുട്ടാകും, അതൊക്കെ പോലീസിൽ പ്രശ്നമാകും, ആദ്യം നമുക്ക് ഇവരെ ഒന്ന് പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുക്കുക, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് നമുക്ക് അറിയിക്കുക, അല്ലെങ്കിൽ അത് പ്രശ്നമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ രാധിക പറയുന്നുണ്ട്, അതും ശരിയാണ്, എന്തായാലും ഈ അമ്മനെ ആദ്യം നമുക്ക് ഹോസ്പിറ്റലിലാണ് കാണിക്കേണ്ടത്, നമുക്ക് ആദ്യം ഇവിടെ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് നമുക്ക് പോകുന്ന വഴിക്ക് എന്തായാലും പോലീസിലും കൂടി ഒരു കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് പോകുക എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഇവരെല്ലാവരും കൂടി ഓക്കെ പറയാണ്. അപ്പം ഞാൻ എന്തായാലും ഇവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞിട്ട് ആ അമ്മനെ എടുത്തിട്ട് ഹോസ്പിറ്റലിലേക്ക് അങ്ങ് കൊണ്ടുപോകുന്നുണ്ട്. ഇതേ സമയത്ത് അവിടെ ആശ്രമത്തിൽ ഈ ശങ്കർജിക്ക് ഒരു കോൾ ഇങ്ങനെ വന്നിട്ട് അവരിങ്ങനെ സംസാരിച്ചിട്ട് ഫോൺ കട്ട് ചെയ്തിട്ട് ഊർമിളിനെ അങ്ങ് വിളിക്കുന്നുണ്ട്. ഊർമിളിനോടും പറയുന്നുണ്ട്, അതെ എനിക്ക് ഇപ്പോൾ ഇന്ന് സിറ്റിയിലേക്കൊന്ന് പോകേണ്ട ഒരാവശ്യമുണ്ട്, എന്തായാലും മീനാക്ഷിനെ ഡോക്ടറെ കാണിക്കണ്ടേ, അപ്പോൾ അവരെയും കൂടി അങ്ങ് കൊണ്ടുപോകുന്ന ആ ഒരു പണിയും കൂടി കഴിഞ്ഞോളൂ, എത്രയും പെട്ടെന്ന് അവളെ അങ്ങ് ഡ്രസ്സൊക്കെ ചെയ്തിട്ട് വേഗം മാറ്റി കൊണ്ടുപോരാ ഉള്ള കാര്യങ്ങളൊക്കെ നോക്കുക എന്നൊക്കെ പറയാണ്. അപ്പോൾ ഈ ഊർമിള ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഊർമിളയും ആ ഒരു സ്നേഹ എന്ന് പറയുന്ന ആ ഒരു ചേച്ചിയും കൂടിയിട്ട് നേരെ ഈ മീനാക്ഷിയുടെ അടുത്തേക്ക് വരികയാണ്.
ഇരിക്കുകയാണ്. പക്ഷേ മീനാക്ഷി ആണെങ്കിൽ ഈ ശ്യാമയുടെ അടുത്ത് അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ശ്യാമയും മീനാക്ഷിക്ക് കഥകളൊക്കെ പറഞ്ഞു തരാം എന്നൊക്കെ പറഞ്ഞ് അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇവർ എന്നിട്ട് ഈ മീനാക്ഷിനോട് പറയുന്നുണ്ട്, മീനാക്ഷി പെട്ടെന്ന് റെഡിയാകുക, ഡോക്ടറുടെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ശങ്കർജി എന്നെ വിളിക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ ശ്യാമ പറയുന്നുണ്ട്, മോളെന്തിനാണ് ഡോക്ടറെ കാണിക്കുന്നത്, ഇനി മോളെ ഡോക്ടറെ കാണിക്കുകയാണെങ്കിൽ ഞാനും കൂടെ വരും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ഊർമിള പറയുന്നുണ്ട്, അല്ല അതൊന്നും പറ്റില്ല, നിന്നെ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊക്കെ പറയാണ്. അപ്പോൾ ഇവളിങ്ങനെ വാശി പിടിക്കാണ്, അതെന്താ പറ്റാത്തത്, എൻ്റെ മോൾക്ക് വേണ്ടി ഡോക്ടറെ കാണിക്കാൻ പോകല്ലേ, അപ്പോൾ ഞാൻ തന്നെ വരും, അതെന്തായാലും ഞാൻ വരും എന്നൊക്കെ ഇങ്ങനെ ഇവരങ്ങ് വാശി കാണിക്കുന്ന സമയത്ത് ഊർമിള ആദ്യമൊക്കെ ഇങ്ങനെ നിർബന്ധിപ്പിക്കുന്നുണ്ട്, നിന്നെ കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊക്കെ. അവസാനം ഈ ശങ്കർജിനോട് ഞങ്ങൾ പറഞ്ഞു കൊടുക്കും എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ ശ്യാമ പറയുന്നുണ്ട്, ശങ്കർജിനോട് ഞാൻ പറഞ്ഞോളാം, ഞാൻ ശങ്കർജിനോട് സമ്മതിപ്പിച്ചോളാം എന്നൊക്കെ ഇങ്ങനെ പറയണം. ആ സമയത്താണ് ശങ്കർജി അങ്ങോട്ടങ്ങ് വരുന്നത്. അപ്പോൾ ഊർമിളനോട് ഇങ്ങനെ ശങ്കർജി പറയുന്നുണ്ട്, ശ്യാമേ നീ വാശി കാണിക്കണ്ട, നീയും കൂടി മാറ്റി പോര്, ഞങ്ങളുടെ കൂടെ പോര് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഓക്കെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ മാറ്റാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങ് പോകുന്ന സമയത്ത് ഊർമിള പറയുന്നുണ്ട്, ശങ്കർജി ഇതൊക്കെ വലിയ പ്രശ്നമാവില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ശങ്കർജി പറയുന്നുണ്ട്, അവരിപ്പോൾ കാണിക്കുന്നത് അവരുടെ സ്നേഹത്തിനെ എക്സ്പ്രസ് ചെയ്യാൻ, അവർ സ്നേഹത്തിന് വേണ്ടിയിട്ടാണ് അവർ വാശി കാണിക്കുന്നത്, അവർ പരസ്പരം അങ്ങ് സ്നേഹിച്ചോട്ടെ, അങ്ങനെയെങ്കിൽ അവർക്കൊരു ആശ്വാസം കണ്ടെത്തട്ടെ എന്നൊക്കെ ഇങ്ങനെ ഊർമിളനോട് അങ്ങ് പറയുന്നുണ്ട്. അതിലൊരു പ്രശ്നം ഉണ്ടാവില്ല എന്നൊക്കെ പറയാണ്. അങ്ങനെ ഇവർ ഹോസ്പിറ്റലിലേക്ക് അങ്ങ് പോകാൻ റെഡി ആകുന്നുണ്ട്. അങ്ങനെ ആ ഹോസ്പിറ്റലിൽ ഈ അമ്മനെ എങ്ങനെ ഡോക്ടർ ചികിത്സിക്കുകയാണ് ഈ രാധികയുടെ അടുത്ത്. അപ്പോൾ രാധിക അമ്മക്ക് എങ്ങനെ ഉണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ രാധികനോട് ഡോക്ടർ പറയുന്നുണ്ട്, ഇവർക്ക് കുഴപ്പമൊന്നുമില്ല, ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉള്ളൂ, ഇനി നല്ല രീതിയിൽ ഭക്ഷണമൊക്കെ കഴിക്കണം കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ അമ്മ പറയുന്നുണ്ട്, ഞാൻ എന്തിനേനും ജീവിച്ചിട്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഈ രാധിക പറയുന്നുണ്ട്, അമ്മ അങ്ങനെയൊന്നും പറയരുത്, അമ്മയ്ക്ക് ഇനിയും ജീവിതം ബാക്കിയുണ്ട്, ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്, അതുകൊണ്ടല്ല അമ്മ എപ്പോഴും ജീവിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ട് അമ്മനെങ്ങനെ ആശ്വസിപ്പിക്കുന്നതുണ്ട്. അപ്പോൾ ഈ ഡോക്ടർ ക്ഷീണം മാത്രമേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവർ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് രാധികയും പെട്ടെന്ന് തന്നെ ആ റൂമിൽ നിന്ന് അങ്ങ് പുറത്തിറങ്ങുന്നുണ്ട്. എന്നിട്ട് ഡോക്ടറോട് ഇങ്ങനെ അവരുടെ മുന്നിലല്ലാതെ അങ്ങ് സംസാരിക്കുന്നുണ്ട്, ഡോക്ടർ നിങ്ങൾ അവരുടെ മുന്നിൽ നിന്ന് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ്, പക്ഷേ അവർക്ക് ശരിക്കും കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, ഒരു കുഴപ്പമില്ല, നല്ല ആരോഗ്യവതി തന്നെയാണ്, അത് പിന്നെ ഭക്ഷണം കഴിക്കാത്തതിൻ്റെ അങ്ങനെയുള്ള കുറച്ച് ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെന്തായാലും ഒന്ന് റെഡി ആയാലും മാറാവുന്നതേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ഈ രാധിക പറയുന്നുണ്ട്, എന്നാലും സ്വന്തം മക്കളൊക്കെ ഇങ്ങനെ അമ്മമാരെ ഉപേക്ഷിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ ഡോക്ടർ പറയുന്നുണ്ട്, രാധിക ഇപ്പോൾ ഇങ്ങനെയല്ലേ കാണുന്നുള്ളൂ, ഞങ്ങൾ ഓരോ ദിവസവും ഓരോ കാഴ്ചകളാണ് ഇവിടെ കാണുന്നത്, അമ്മമാരെ ഉപേക്ഷിച്ച് വരുന്ന ആളുകളും എല്ലാം ഞങ്ങളിവിടെ കാണുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ രാധിക ചോദിക്കുന്നുണ്ട്, അല്ല ഇനി ഭക്ഷണം കൊടുക്കുന്ന കാര്യമൊക്കെ എന്താണ് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ ഡോക്ടർ പറയുന്നുണ്ട്, കട്ടിയില്ലാത്ത എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ മതി, ഇപ്പോൾ കട്ടിയുള്ളതൊന്നും വയറിന് കൊടുക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഓക്കെ ഡോക്ടർ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവർ നേരെ ആ റൂമിലേക്ക് വരികയാണ്. അപ്പോൾ ആ അമ്മയുടെ അടുത്തൊരു നേഴ്സ് ഇങ്ങനെ അവരെ ശുശ്രൂഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ നേഴ്സിനോട് പറയുന്നുണ്ട്, അതെ ഡോക്ടർ എന്നോട് ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കുറച്ച് ഓറഞ്ചൊക്കെ വാങ്ങിയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അങ്ങ് പുറത്തിറങ്ങുകയാണ്. അപ്പം പുറത്തിറങ്ങി വരുന്ന ആ സമയത്തായിരിക്കും ആ ശങ്കർജി ഈ കുഞ്ഞിനെയും കൊണ്ട് ഈ ശ്യാമനെയൊക്കെ കൊണ്ട് അങ്ങ് വരുന്നത്. അപ്പോൾ അവർ ആ കാറിൽ നിന്ന് ഇറങ്ങുന്ന സമയത്താണ് രാധിക അങ്ങ് ഈ ഹോസ്പിറ്റലിൽ നിന്ന് അങ്ങ് പുറത്തേക്ക് ഇറങ്ങി അങ്ങ് പോകുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഇവർ രണ്ടുപേരും പരസ്പരം കാണുന്നില്ല. അപ്പോൾ ഈ ശ്യാമ ഈ കുഞ്ഞിനെയും കൊണ്ട് അങ്ങ് ഇറങ്ങുന്നുണ്ട്, രാധിക അതിനടുത്തൂടെ അങ്ങ് തിരിച്ചങ്ങ് പോകുന്നൊക്കെ ഉണ്ട്, പക്ഷെ പരസ്പരം നോക്കുന്നൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ കുഞ്ഞങ്ങനെ നടക്കുന്നതിൻ്റെ ഇതിൽ അങ്ങ് തട്ടി അങ്ങ് വീഴുന്നുണ്ട്. അപ്പോൾ അവർ മോളെ എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് അങ്ങനെ നോക്കുന്ന സമയത്ത് രാധിക അങ്ങ് തിരിഞ്ഞു നോക്കുന്നുണ്ട്, പക്ഷേ ഈ ശ്യാമയുടെ പിറകെ വശമാണ് കാണുന്നത്, പരസ്പരം കാണുന്നൊന്നുമില്ല. പക്ഷെ അവരങ്ങോട്ട് അങ്ങ് നോക്കി നിൽക്കുന്ന സമയത്ത് എന്തായാലും എപ്പിസോഡ് അവസാനിച്ചിരിക്കുകയാണ്. ഇനി നാളത്തെ എപ്പിസോഡിൽ എന്തായാലും ഇനി അവർക്ക് പിന്നെ നാളത്തെ എപ്പിസോഡിലാണെങ്കിൽ ഈ ശ്യാം ഇങ്ങനെ ഡോക്ടറോട് ചോദിക്കുന്നുണ്ട്, സർ മോൾക്ക് ഒരു ഇഞ്ചക്ഷൻ അല്ലേ ഉള്ളൂ, അവൾക്ക് ഭയങ്കര പെയിൻ ആകും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഡോക്ടർ ഇങ്ങനെ പറയുന്നുണ്ട്, ആ ഒരു ഇഞ്ചക്ഷനേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ ഈ രാധിക ആ ശങ്കർജി ആയിട്ട് കാണുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ആ ശങ്കർജിനോട് ഇങ്ങനെ പറയുന്നുണ്ട്, സർ ഈ അമ്മയ്ക്ക് പോകാൻ ഒരു ഇടവും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ ശങ്കർജി പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ആശ്രമത്തിലേക്ക് കൊണ്ടുപോകാം എന്നൊക്കെ പറയാണ്. എന്നിട്ട് ഈ രാധിക ഈ അമ്മനെ കൊണ്ട് ഈ കാറിൻ്റെ അടുത്തേക്കൊക്കെ വരുന്നുണ്ട്. ആ കാറിനകത്താണെങ്കിൽ ശ്യാമ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇവർ പരസ്പരം കാണുമോ ഇല്ല എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഓക്കെ, നാളെ കാണാം, ബൈ ആൾ.